എല്ലാവർക്കും കിനു സ്റ്റിച്ചിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നല്ല ഭംഗിയുള്ള ഒരു സ്ലീവ് ഡിസൈനാണ് തയ്ക്കാൻ പോകുന്നത്. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്കിത് തയ്ച്ചെടുക്കാൻ പറ്റും. നമ്മളിതാ ഇവിടെ ഫ്രില്ലെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഫോർക്ക് ഉപയോഗിച്ചാണ് കേട്ടോ നമ്മൾ ഈ ഒരു സ്ലീവ് ഡിസൈൻ ചെയ്തെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ആദ്യം ഇതുപോലെ ഒരു ക്ലോത്ത് എടുത്തിട്ടുണ്ട്. ഇത് സ്ലീവിൻ്റെ മുകൾ ഭാഗത്തെ നീളം നമ്മൾ എടുത്തിട്ടുള്ളത് 6.5 ഇഞ്ചാണ്. അതുപോലെ തന്നെ താഴ്ഭാഗത്ത് എടുത്തിട്ടുള്ളത് 3 ഇഞ്ചാണ്. വീതി നമ്മൾ എടുത്തിട്ടുള്ളത് 8 ഇഞ്ചാണ്. ഇനി നമുക്ക് ഫ്രില്ല് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു ക്ലോത്ത് ആവശ്യമാണ്. ഞാനിപ്പോൾ ഇവിടെ രണ്ടാക്കി മടക്കി ഇട്ടിരിക്കുകയാണ്. 5 ഇഞ്ചാണ് ഇതിൻ്റെ വീതി നമ്മൾ എടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ നീളം എടുത്തിട്ടുള്ളത് 18 ഇഞ്ചാണ്. ഇനി ഇതുപോലൊരു ക്ലോത്തും കൂടി നമുക്ക് ആവശ്യമാണ്. 1.5 ഇഞ്ച് വീതിയുള്ള ക്ലോത്താണത്. ഇനി ഈ ഒരു ക്ലോത്തിനെ നമുക്ക് നിവർത്തിയെടുക്കാം. എന്നിട്ട് ഇതുപോലെ നടുമടക്കി കൊടുക്കുക. നടുമടക്കിയതിന് ശേഷം ഇതിലൂടെ നമുക്ക് 1/4 ഇഞ്ച് വിട്ടിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഈ ഒരു ക്ലോത്തിൻ്റെ താഴ്ഭാഗം വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇനി ഈ ഒരു പോർഷൻ നമ്മൾ ക്ലോസ് ചെയ്ത് തയ്ച്ചു കൊടുക്കണം. നമുക്കൊരു പെന്ന് ഉപയോഗിച്ചിട്ട് ഇതിനെ അങ്ങ് മറിച്ചെടുക്കാം. ഇപ്പം നമ്മൾ മറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നന്നായി ഒന്ന് അയൺ ചെയ്തെടുക്കാം. ഇനി നമ്മുടെ മെയിൻ ക്ലോത്ത് ഉണ്ടല്ലോ, ഈ മെയിൻ ക്ലോത്ത് ഇതുപോലെ 1/4 ഇഞ്ചിൽ മടക്കി ഒന്നുകൂടെ ഒന്ന് മടക്കി കൊടുക്കാം. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമ്മൾ ഈ ഒരു ചാനലിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്ലീവ്സ് അതുപോലെ തന്നെ കുട്ടികൾക്കുള്ള ഫ്രോക്ക്, ക്രോപ്പ് ടോപ്പ് എല്ലാം ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇപ്പം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ അയൺ ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു ക്ലോത്തില്ലേ, അതിൻ്റെ സെൻറ്റർ ഭാഗത്തോട്ട് ഇതുപോലെ സ്റ്റിച്ചിങ് വെച്ച് തുടങ്ങാം. എന്നിട്ട് ആദ്യം ഒരു ചെറിയതായിട്ടൊരു ഞെറിവ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇതുപോലെ ഫോർക്ക് എടുത്തതിന് ശേഷം ഇതിൻ്റെ 4 പല്ല് പോലുള്ള ഒരു ഭാഗമല്ലേ, അപ്പോൾ നമുക്ക് 2 ആ ഒരു വിടവിലൂടെ ഈ ക്ലോത്തിനെ കയറ്റിയതിന് ശേഷം ഇതുപോലെ അങ്ങ് മടക്കി കൊടുക്കുക. ഇങ്ങനെ മടക്കി കൊടുത്ത് തയ്ച്ചെടുക്കുമ്പോൾ എന്താ വെച്ചാൽ നമുക്ക് എല്ലാ ഫ്രില്ലും ഒരേപോലെ തന്നെ കിട്ടും. മാത്രമല്ല നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഇതുപോലെ ഫ്രില്ല് ഇടാൻ വേണ്ടി പറ്റും ചെയ്യും. ഇതുപോലെ നമ്മൾ ഈ ഒരു ക്ലോത്ത് മുഴുവനായിട്ടും ഫ്രില്ല് ചെയ്തെടുക്കണം. ഇതുപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ഒരു ക്ലോത്ത് എടുക്കാം. ഈ ഒരു ക്ലോത്ത് എടുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഒരു സൈഡ് കാൽഭാഗം ഇതുപോലെ അകത്തോട്ടാക്കിയിട്ട് മടക്കി വെച്ച് കൊടുക്കുക. മടക്കിയതിന് ശേഷം ഇതിൻ്റെ പുറത്തായിട്ട് വെച്ച് കൊടുക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ സൈഡിലൂടെ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. എക്സ്ട്രാ ആയിട്ട് നിൽക്കുന്ന ക്ലോത്ത് നമുക്ക് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാം. ഇനി ഈ ഒരു ക്ലോത്തിൻ്റെ നെക്സ്റ്റ് സൈഡ് നമ്മൾ ഇതുപോലെ തന്നെ 1/4 ഇഞ്ച് ഉള്ളിലേക്കായിട്ട് മടക്കി വെച്ച് കൊടുക്കുക. എന്നിട്ട് അരികുവശം സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഈ ഒരു സ്ലീവ് ഡിസൈൻ നമുക്ക് ചുരിദാറിനും ബ്ലൗസിനും ഒക്കെ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സ്ലീവാണ്. ഇപ്പം നമ്മളുടെ മോഡൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ മെയിൻ ക്ലോത്ത് ഉണ്ടല്ലോ, ഈ മെയിൻ ക്ലോത്ത് എടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഈ ഡിസൈനിനെ വെച്ച് കൊടുക്കുക. വെച്ച് കൊടുക്കുമ്പോൾ നമ്മൾ 2 സൈഡും മുട്ടിക്കുന്നില്ല. അവിടെ നമ്മൾ തയ്യൽ തുമ്പായിട്ട് പോകുമല്ലോ.
എന്നിട്ട് ഇതാ ഇതുപോലെ വെച്ച് കൊടുക്കുക. വെച്ച് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഇവിടെ ഒരു 1/4 ഇഞ്ച് നമ്മളുടെ ബ്ലൂ ക്ലോത്ത് കാണണം. അപ്പോഴാണ് ഒന്നും കൂടി ഒന്ന് ഭംഗി ഉണ്ടാവുക. ഇനി നമുക്ക് നമ്മൾ വെച്ച് കൊടുത്തിട്ടുള്ള ആ ഒരു പട്ടയില്ലേ, ആ പട്ടേൻ്റെ സെൻറ്റർ ഭാഗത്തൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പം നമ്മളുടെ സ്ലീവ് സ്റ്റിച്ചിങ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്